വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന ഫാത്തിമയാണ് മരിച്ചത്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു മരണവിവരം പുറത്തറിയുന്നത്. അടിമാലി ടൗണിന് സമീപമാണ് ഫാത്തിമ മകനോടൊപ്പം താമസിച്ചു വന്നിരുന്നത്. മകൻ ഇന്നലെ പകൽ പുറത്തുപോയിരുന്നു. വൈകിട്ട് 7ഓടെ തിരികെ എത്തിയപ്പോഴാണ് വീടിനുള്ളിലെ മുറിയിൽ ഫാത്തിമ രക്തത്തിൽ പുരണ്ട മരിച്ചു കിടക്കുന്നത് കണ്ടത്. വീടിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. ഉടൻ വിവരം സമീപവാസികളെയും പോലീസിനെയും അറിയിച്ചു. അടിമാലി കുര്യൻസ് ഹോസ്പിറ്റലിന്റെ മുകൾ ഭാഗത്ത് പുല്ലാരി കുന്നിന്റെ ഭാഗത്താണ് ഉമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് അംഗം മേൽനോട്ടം എത്തി പരിശോധിക്കുന്നുണ്ട്. ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയപരമായിട്ടൊരു സാഹചര്യത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. രാത്രിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി. മൃതദേഹത്തിനരികിൽ മുളകുപൊടി വിതറിയതായി സംശയിക്കുന്നു. ഫാത്തിമയുടെ ശരീരത്ത് മുറിപാടുകൾ ഉള്ളതായാണ് വിവരം. മോഷണ ശ്രമമാകാം കൃത്യം നടന്നതിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇക്കാര്യങ്ങളിലടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഇന്ന് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കും. ഇതിനുശേഷമാകും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക. ഫാത്തിമയുടെ ആഭരണങ്ങളും മറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്ഥലത്തെത്തിയതായി പറയപ്പെടുന്ന ചില അപരിചിതരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നതായാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.